ആഗ്രഹിച്ച നായകന് തന്നെ ഒടുവിൽ കേരളം. ഇത് പോരാട്ടത്തിന്റെ വിജയം. അർഹത ഉള്ള കരങ്ങളിലേക്ക് കേരളം എത്തുകയാണ്. നിർണായകമായ 11 ദിനങ്ങൾക്ക് ശേഷം വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളും വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശൻ. അദ്ദേഹം ജനിച്ചത് 1964 മെയ് 31-നാണ്. 2001 മുതൽ തുടർച്ചയായി പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ സാമാജികൻ. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി ജനനം. നെട്ടൂർ SVUP സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം, ഹൈസ്കൂൾ പനങ്ങാടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, നിയമബിരുദധാരി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. MG കേരള സർവകലാശാലകളിൽ യൂണിയൻ കൌൺസിലറായിരുന്ന ഇദ്ദേഹം 1986-87 കാലത്ത് MG സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. NSU ദേശീയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടാണ് വി.ഡി. സതീശന്റെ രാഷ്ട്രീയ തുടക്കം. പിന്നീട് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KM ദിനകരനെ 7792 വോട്ടിന് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. 2006-ലും 2011-ലും 2016-ലും 2021-ലും ഇതേ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു. 12ാം നിയമസഭയിൽ കോൺഗ്രസ് വിപ്പ് സ്ഥാനം വഹിച്ചിരുന്ന ഇദ്ദേഹം അന്യ സംസ്ഥാന ലോട്ടറിക്കെതിരായ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടി. പരിസ്ഥിതിക്ക് വേണ്ടിയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായി പ്രതികരിക്കുന്ന MLA-മാരുടെ രാഷ്ട്രീയേതര സംഘത്തിൽ പ്രമുഖൻ. AICC സെക്രട്ടറിയും 2014 KPCC വൈസ് പ്രസിഡന്റായും നിയമിതനായി. 2026 ഏപ്രിൽ 9-ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 11,376 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986-87 കാലഘട്ടത്തിൽ സതീശൻ മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയന്റെ ചെയർമാനായിരുന്നു. നാഷണൽ സ്റ്റുഡന്റ്സ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. വി.ഡി. സതീശന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം 1996-ലായിരുന്നു. അന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്ന് മത്സരിച്ച അദ്ദേഹം CPI സ്ഥാനാർത്ഥിയായ P. രാജുവിനോട് പരാജയപ്പെട്ടു. അന്നത്തെ കാലത്ത് പറവൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 100 സീറ്റ് നേടിയില്ല എങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകും എന്നാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വി.ഡി. സതീശൻ നടത്തിയ പ്രഖ്യാപനം. ഇത് കോൺഗ്രസ് പാളയത്തിൽ പോലും അങ്കലാപ്പുണ്ടാക്കിയിരുന്നു. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം വെറും വാക്കല്ല എന്ന് തെളിയിച്ച് 102 സീറ്റുകളുടെ കരുത്തുറ്റ വിജയവുമായി UDF കേരളം പിടിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന റോളിൽ നിന്ന് മുന്നണിയുടെ നട്ടലായി സതീശൻ മാറി. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായി. 2021 കനത്ത തോൽവിയിൽ തളർന്നു കിടന്ന കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തുക എന്ന വെല്ലുവിളിയാണ് ഹൈക്കമാൻഡ് സതീശനെ ഏൽപ്പിച്ചത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ യുവത്വത്തിന്റെ കരുത്തും അനുഭവ സമ്പത്തും കോർത്തിണക്കിയ സതീശൻ തന്ത്രങ്ങൾ മെനയുന്നതിൽ വിജയിച്ചു. തൃക്കാക്കര മുതൽ പാലക്കാട് വരെയുള്ള ഉപതിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം UDF-നെ വിജയ വഴിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇനി കേരളം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.